നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മെട്രോ നഗരമായ കൊച്ചിയിൽ സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാനോ തൊഴിൽ ചെയ്യാനോ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെയുണ്ടായ ആക്രമണം. സംഭവം കൊട്ടേഷനെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ജയയെ ആക്രമിച്ച കേസിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ജയയുടെ ബന്ധുവായ പ്രിയ, ഭർത്താവ് സജീഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. സജീഷ് മുൻപ് പലതവണ ജയയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്ന വിവരം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നമ്മൾ ഇന്നലെ ഈ വിഷയം സ്പോട്ട്ലൈറ്റ് വിശദമായി ചർച്ച ചെയ്തതാണ്. അതായത് ഈ വാർത്ത തുടക്കത്തിൽ പുറത്തു വന്നപ്പോൾ, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. കാരണം വനിതകൾക്ക് പോലും സ്വൈര്യമായി സ്വസ്ഥമായി തൊഴിലെടുക്കാൻ കഴിയില്ല. രാത്രി സമയങ്ങളിലും അവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇത് ആക്രമിച്ചത് ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. ഒടുവിൽ അതൊരു കൊട്ടേഷൻ ആക്രമണമെന്ന് വ്യക്തമായിരിക്കുന്നു. ബന്ധുവായ സ്ത്രീയും ഭർത്താവുമാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ ആക്രമിച്ച 3 അംഗ സംഘത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊരു കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സജീഷിന്റെ തന്നെ സുഹൃത്തുക്കളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എന്നാലും അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. ഉടൻ തന്നെ അവരെ പിടികൂടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ സജീഷിന്റെ ബന്ധു കൂടിയായ ജയയുടെ സഹോദരി ഇന്നലെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ജയയ്ക്ക് ചില ഭീഷണികളുണ്ട്. അത് ഇത്തരത്തിൽ തങ്ങളുടെ അടുത്ത തന്നെ ബന്ധുവായ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഭീഷണിയാണ് തങ്ങൾക്കുള്ളതെന്ന് ഇന്നലെ തന്നെ ജയയുടെ സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ആദ്യമേ മൊഴിയെടുത്തു പോയ പോലീസ് പിന്നീട് വൈകുന്നേരത്തോടുകൂടി വീണ്ടും ജയയെ കാണുകയും വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പും നടത്തിയിരുന്നു. അതിൽ വ്യക്തമായി തന്നെ ചോദിച്ചിരുന്നു, ഏതെങ്കിലും രീതിയിൽ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ കുടുംബത്തിന്റെ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി ജയയെയും സജീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ പറയുന്നത്, ജയയുടെ വീട്ടിന് അടുത്തു തന്നെയാണ് പ്രിയയും ഭർത്താവും താമസിക്കുന്നത്. ഇവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ പലപ്പോഴും ജയ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രിയയുടെ ആദ്യ ഭർത്താവ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു. രണ്ടാമത് വിവാഹം ചെയ്തതാണ് സജീഷിനെ. ആദ്യ ഭർത്താവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ചില തുക കിട്ടാൻ ഉണ്ടായിരുന്നു, ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സജീഷുമായി തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കം നിലനിൽക്കുന്ന സമയത്ത് പലപ്പോഴും ജയ ഇതിലേക്ക് ഇടപെടുകയും സജീഷിനെ വിലക്കുകയും അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, പ്രിയയുടെ ആദ്യ ഭർത്താവിലുണ്ടായ 2 മക്കളെയും സജീഷ് പലപ്പോഴും മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ കുട്ടികൾ ജയയുടെ അടുത്തേക്കാണ് ഓടി വരുന്നത്. ആ സമയത്തും സജീഷിനെ വലിയ രീതിയിൽ ജയ വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴൊക്കെ സജീഷ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, തന്നെ നിങ്ങളെ, അതായത് ജയയെ കൊലപ്പെടുത്തും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഒരു പ്രതികാരത്തിനെന്നോണമാണ് സജീഷും പ്രിയയും ചേർന്ന് ജയയെ മർദ്ദിക്കാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തിയത്. ടോം, ഈ കൊട്ടേഷൻ കൊടുത്ത സജീഷിനെയും പ്രിയയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അക്രമികളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നുണ്ടോ? ഇവരെവിടെയുണ്ട് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ നവമി? പോലീസ് എറണാകുളത്ത് തന്നെ എവിടെയെങ്കിലും ഒളിവിലാണെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. കാരണം ഈ സംഭവം നടന്ന ഉടൻ തന്നെ മാധ്യമങ്ങളിലേക്ക് വാർത്ത വരികയും പിന്നീട് പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. സജീഷിന്റെ തന്നെ സുഹൃത്തുക്കളായ 3 പുരുഷന്മാരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരാണ് ഈ ജയയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവർ എറണാകുളത്ത് തന്നെ ഉണ്ടെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അവരെ ഉടൻ തന്നെ പിടികൂടും. കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്ന് പോലും പോലീസിന് മനസ്സിലായി. മറ്റൊരു കാര്യം, ഇന്നലെ തന്നെ പോലീസിനോട്, അതായത് അന്ന് ഈ ഓട്ടോയിൽ കയറിയ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ
ജയയോട് പറഞ്ഞത് അവർ എറണാകുളത്ത് തന്നെ ഒരിടത്ത് താമസിക്കുന്നു, ഉദയംപേരൂരിൽ താമസിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പോലീസ് ആദ്യ സമയത്ത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ആ ഏരിയ അതായത് ഈ പറയുന്ന സ്ഥലത്ത് ഒരുപാട് കൊട്ടേഷൻ സംഘാംഗങ്ങളും ലഹരി ഇടപാടുകളൊക്കെ നടക്കുന്ന ഒരു ഇടമായതിനാൽ അത് തന്നെ ആയിരിക്കും ഇവരുടെയും സ്ഥലം എന്നുള്ള നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെയും അന്വേഷണം പോലീസ് ഊർജിതമായി തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ പ്രതികളെയും പിടികൂടുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു ഈ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. നവമിയിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസ് ഗൗരവമുള്ളതെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ, സുരക്ഷിതമായി ജോലിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാവണം. ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം തുടരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ സ്വമേധയാ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ജില്ലാ പോലീസ് റൂറൽ എസ്പിയോട് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവമിയിലേക്ക് വീണ്ടും. നവമി, വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണവും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു കുടുംബ പ്രശ്നമാണെങ്കിൽ പോലും അതിനപ്പുറം ഒരു സ്ത്രീക്ക് നേരെ കൊട്ടേഷൻ ആക്രമണം ഉണ്ടാകുക ഈ സമീപകാലത്തൊന്നും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തൊരു സംഭവമാണ്. ഇതുപോലൊരു വനിതയ്ക്ക് നേരെ, അതും തൊഴിലിടത്ത് വെച്ച് ഒരാക്രമണം ഉണ്ടാകുന്നു. ചതിയിൽപ്പെടുത്തി ഓട്ടോ വിളിച്ചുകൊണ്ടുപോയി പിന്നീട് ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവം. ഇത് കൊലപ്പെടുത്തുക, ഈ വനിതാ ഓട്ടോ ഡ്രൈവറെ ജയയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശമായിരുന്നു അവർക്കതോ ആക്രമിക്കുകയായിരുന്നോ ഈ പ്രതികളുടെ ലക്ഷ്യം? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്നും പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ജയയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഈ സംഘാംഗങ്ങൾക്ക് സജീഷും പ്രിയയും നൽകിയതെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇതവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തങ്ങൾ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പെടുത്തിയതെന്നും ഇവർ രണ്ടുപേരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇനിയുള്ള പോലീസിന്റെ ഉദ്ദേശം ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. 3 പേരെയാണ് പോലീസ് കണ്ടെത്തേണ്ടിയുള്ളത്. ആദ്യം ഒരാൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ജയയുടെ ഓട്ടോ വിളിക്കുന്നു. അതിനുശേഷം കളമശ്ശേരിയിലേക്ക് പോകുന്നു. കളമശ്ശേരിയിൽ തങ്ങളുടെ ഒരു സുഹൃത്ത് ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാണ് കളമശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതൊക്കെ പോലീസ് പറയുന്നത് രാത്രി സമയമാകാൻ വേണ്ടി ഈ പ്രതികൾ കാത്തിരുന്നതാണ്. കാരണം പകൽ സമയങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്ത് വെച്ച് തങ്ങളുടെ കൃത്യം നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാത്രി ആകാൻ വേണ്ടി കാത്തിരുന്നു. അതിനെ തുടർന്നാണ് പലയിടങ്ങളിലേക്കും പോകണമെന്ന് ആവശ്യപ്പെട്ടത്. പിന്നീട് ചെറായിലേക്ക് പോകുന്നു. അവിടെ 2 സുഹൃത്തുക്കളും പിന്നീട് ഓട്ടോയിൽ കയറുന്നു. അവിടെ നിന്ന് വീണ്ടും ഓട്ടോ സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം വീണ്ടും ബീച്ചിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഇരുചക്ര വാഹനം ബീച്ചിന്റെ സൈഡിലാണ്. അത് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്കും കൊണ്ടാക്കണമെന്ന് പറയുന്നു. പിന്നീട് അവിടേക്ക് പോകുമ്പോഴാണ് ഈ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് ജയയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ വെച്ച് പണം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നത്, ഇത് 11-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിലും അതിനു മുൻപ്, അതായത് ഏകദേശം 8-ാം തീയതിയോടുകൂടി ഇവർ ഇതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ജയയുടെ ഓട്ടോ വിളിക്കാനായി ഇവർ സ്റ്റാൻഡിൽ എത്തിയെങ്കിലും ആ സമയത്ത് ജയയെ കണ്ടില്ല. പിന്നീട് പലയിടങ്ങളിലേക്കുമൊക്കെ അന്വേഷിച്ചുവെങ്കിലും ജയ ഈ ഓട്ടം വന്ന് പലയിടങ്ങളിലേക്ക് പോയതിനാൽ ഇവർക്ക് കൃത്യമായി ജയയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് പിന്നീട് 11-ാം തീയതി കൃത്യമായി ജയയെ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഇവർ ഓട്ടത്തിനായി വിളിക്കുന്നതും ഉൾപ്പെടെ നടക്കുന്നത്. എന്തായാലും വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു മർദ്ദനമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇതെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. 8-ാം തീയതിയും സമാനമായ രീതിയിൽ ജയയുടെ ഓട്ടോ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ സമയത്ത് ജയ അവിടെ പല ഓട്ടങ്ങളിലായി ഇവരുദ്ദേശിക്കുന്ന ഇടത്തേക്ക് ജയ എത്തിയില്ല. പിന്നീടാണ്
11-ാം തീയതി കൃത്യമായി ഇത് പ്ലാൻ ചെയ്യുകയും പിന്നീട് ബീച്ചിലേക്ക് കൊണ്ടുപോയി അതും രാത്രി സമയമാകാൻ കാത്തിരുന്ന് അതിനുവേണ്ടി പലയിടങ്ങളിലേക്കും വ്യാജ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ജയയുടെ ഓട്ടോ വിളിച്ച് കൊണ്ടുപോകുന്നതും പിന്നീട് ആളൊഴിഞ്ഞ ഒരിടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെ ആ ബീച്ചിലേക്ക് പോവുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. എന്തായാലും ഒരു കുടുംബ പ്രശ്നം ആണെങ്കിൽ പോലും തൊഴിലിടത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നവമി സൂചിപ്പിച്ചതുപോലെ ഒരു ഭയപ്പെടുത്തുന്ന ഗൗരവമുള്ളൊരു സാഹചര്യമാണ് ജയ എന്ന വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ കഴിഞ്ഞ രാത്രിയിൽ വൈപ്പിനിലുണ്ടായത്. നവമി, ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതായത് ജയയോടുള്ള വ്യക്തിവിരോധമാണ്, കുടുംബ പ്രശ്നമാണ്, മറ്റു തർക്കങ്ങളാണ്, വ്യക്തിവിരോധമാണ്. ഈ പ്രിയയും സജീഷും, ഭർത്താവ് സജീഷും ഇവരെ ആക്രമിക്കാൻ, കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നവമി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സജീഷ് പ്രിയയുടെ കുഞ്ഞുങ്ങളെ, മക്കളെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു. ഇതിൽ ജയ പ്രതികരിച്ചിരുന്നു. ഇതൊക്കെ വിരോധത്തിന് കാരണമായി എന്ന്. ഇങ്ങനത്തെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ പ്രതി സജീഷ്? ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഈ കുഞ്ഞുങ്ങളെ മർദ്ദിച്ച സംഭവത്തിലടക്കം യാതൊരു പരാതിയും പോലീസിൽ അന്ന് നൽകിയിരുന്നില്ലേ? സജീഷ് ഇത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് തന്നെയാണ് ജയയുടെ കുടുംബവും പറയുന്നത്. നമ്മൾ ജയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് സജീഷ് ഇത്തരത്തിലൊരു ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ കുട്ടികളെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നു. അന്ന് ഈ സജീഷിനെയും പ്രിയയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു വാണിംഗ് കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ പിന്നീടും ഇത് വീണ്ടും സജീഷും പ്രിയയും ആവർത്തിക്കുകയാണ്. പ്രധാനമായും സജീഷ് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് വീണ്ടും ജയ ഇടപെട്ടപ്പോഴാണ് ജയയെ കൊല്ലുമെന്ന് സജീഷ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇത് ജയയുടെ സഹോദരിയും ശരിവെക്കുന്നുണ്ട്. തന്റെ സഹോദരിയായ ജയയെ സജീഷ് കൊലപ്പെടുത്തുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് തങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ പറയുകയും ചെയ്തു എന്നും സഹോദരിയും വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ സജീഷ് ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തന്റെ സുഹൃത്തുക്കളായ കൊട്ടേഷൻ സംഘ അംഗങ്ങളോട് ജയയെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി നിർദ്ദേശം നൽകി നടപ്പാക്കിയ ഒരു പദ്ധതി തന്നെയാണ്. ഇതിനെ തുടർന്നാണ് ഈ ജയ മർദ്ദനമേറ്റതിനു ശേഷം ജയ നിലവിളിക്കുന്നത് ഉണ്ടായിരുന്നു. ആ സമീപ പ്രദേശത്ത് ഇത് ആളുകൾ കേൾക്കുമെന്ന് ഭയന്നാണ് പിന്നീട് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ജയയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. എങ്കിൽ പോലും വളരെ ഗുരുതരമായി പരിക്കേറ്റ നട്ടെല്ലിനും വാരിയലിനും ഒക്കെ വളരെ മോശമായ രീതിയിൽ പരിക്കേറ്റ് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോഴും ജയ. ഇനി എന്തായാലും ആ ഒരു പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചെത്താൻ വളരെയേറെ സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാരും പറയുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഉടൻ തന്നെ ജയയെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്യും. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എറണാകുളം വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവം, ആക്രമിച്ച സംഭവം കൊട്ടേഷൻ ആക്രമണം എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ജയയുടെ ബന്ധുവായ പ്രിയയും ഭർത്താവ് സജീഷും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആക്രമണമേറ്റ് കൊട്ടേഷൻ ഏറ്റെടുത്ത ആക്രമികളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നീങ്ങുകയാണ്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് നടി ആശാ ശരത്തിനെതിരെ നേരത്തെ ഉയർന്നു വന്ന ഒരു നിക്ഷേപ തട്ടിപ്പ് ആരോപണമാണ്. നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത്തിനെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. കൊട്ടാരക്കര പോലീസ് എടുത്ത വഞ്ചനാ കേസിലെ നടപടികളാണ് സ്റ്റേ ചെയ്തത്. പ്രാണ ഇൻസൈറ്റിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇത്തരമൊരു ആരോപണം നടി ആശാ ശരത്തിനെതിരെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു പരാതി ഉയർന്നു വന്നത്. പിന്നീട് അത് നിഷേധിച്ചുകൊണ്ട് ആശാ ശരത്ത് രംഗത്തെത്തിയതാണ്. ഇത്തരം സംഭവങ്ങൾ, ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, ഇത് വ്യാജ പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നതെന്ന് ആശാ ശരത്ത് എല്ലാം നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അവരെ സംബന്ധിച്ച്, നടിയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നത്. ഇത് ആശാ ശരത്തിന്റെ ഹർജി
പരിഗണിച്ചുകൊണ്ട്, അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണോ ഹൈക്കോടതിയുടെ ഇടപെടൽ? തീർച്ചയായിട്ടും ടോം, കാരണം കഴിഞ്ഞ 2 ആഴ്ച മുൻപേ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആശാ ശരത്ത് ഇതിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നൊരു പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് കേസ് എടുത്തിരുന്നതുമാണ്. ഇതിൽ ആശാ ശരത്തിനെതിരെയുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ച മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി, അതായത് കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ കമ്പനിയുമായി ആശാ ശരത്തിന് യാതൊരുവിധ ബന്ധവുമില്ല. അതേസമയം കോവിഡ് കാലത്ത് ഇവരുടെ ഒരു ആപ്ലിക്കേഷനിലൂടെ ആശാ ശരത്ത് ഓൺലൈൻ ക്ലാസുകൾ നൽകിയിരുന്നു. മാത്രമല്ല, കലയുമായി ബന്ധപ്പെട്ട് കലാകാരി എന്ന നിലയിലും സിനിമാ താരം എന്ന നിലയിലും ആശാ ശരത്ത് ഓൺലൈൻ ക്ലാസുകൾ എടുത്തിരുന്നു. അങ്ങനെ ഒരു ബന്ധം മാത്രമാണ് ഇതുമായി, ഈ ആപ്ലിക്കേഷനുമായി ആശാ ശരത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് സ്പൈസസ് പ്രൊഡ്യൂസർ ബോർഡ് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പത്രക്കുറിപ്പ് ഇറക്കിയത്. ഇതോടെയാണ് ആശാ ശരത്തിന് ഈ കേസിൽ നിന്നും വിടുതൽ ലഭിക്കുന്നത്, ഈ നടപടികൾ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ തന്നെ ആശാ ശരത്ത് എല്ലാവർക്കും, അതായത് തെളിവ് ഉൾപ്പെടെ ഇത് രംഗത്ത് കൊണ്ടുവന്നിട്ട് വേദനിപ്പിച്ചവർക്കും ഒരു പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെക്കുറിച്ച് താൻ രാജ്യം വിട്ടെന്നും ദുബായിലെ ഫ്ളാറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് സംഭവിച്ച അതല്ലെങ്കിൽ അതിനിരയായ പ്രവാസികൾ അവിടെ എത്തിയിരുന്നു എന്നും ജോലിക്കാർ ആശാ ശരത്ത് അവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ വ്യാജ പ്രചാരണങ്ങളായിരുന്നു. കൊച്ചിയിൽ ആശാ ശരത്ത് ഒരു വലിയ ബംഗ്ലാവ് പണിതുയർത്തി ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആശാ ശരത്തിന് ആശ്വാസകരമായ ഈ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ ഇത്തരമൊരു അപകീർത്തിപരമായിട്ടുള്ള പ്രചരണം, നടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നടന്നിരുന്നു. വ്യാജ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിൽ അപകീർത്തി കേസ് നൽകാൻ ആശാ ശരത്ത് ആ രീതിയിലുള്ള ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ ആജ്ഞ? ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആശാ ശരത്ത് തനിക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ താൻ ഈ കമ്പനിയുമായി എന്താണ് തനിക്ക് ബന്ധമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്പൈസസ് പ്രൊഡ്യൂസർ എന്ന കമ്പനിയാണ് ഇതിലേക്ക്, അതായത് ആശാ ശരത്തിന് ഈ കമ്പനിയുടെ യാതൊരുവിധ ബന്ധവും, മാനേജിംഗ് പാർട്ണർ അല്ല, അതല്ലെങ്കിൽ ഇതിന്റെ പ്രചാരകയല്ല, ബ്രാൻഡ് അംബാസിഡർ അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുഖവിലേക്ക് എടുത്തു തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ടോം സൂചിപ്പിച്ചതുപോലെ അപകീർത്തിപ്പെടുത്തൽ എന്നൊരു വിഭാഗത്തിലേക്ക്, അതല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളും ഇത്തരത്തിൽ വാർത്ത കൊടുത്തിരുന്നു. അതായത് ആശാ ശരത്ത് തട്ടിപ്പ് നടത്തിയ ശേഷം വിദേശത്ത് എവിടെയൊക്കെ മുങ്ങിയിരിക്കുകയാണ്, അവരെ കണ്ടെത്താനുള്ള സാഹചര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലിക്കാരൊക്കെ ആശാ ശരത്തിനെ അവിടെ ഇല്ല, അതായത് ദുബായിലുള്ള വീട്ടിലില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. തട്ടിപ്പിനിരയായ പ്രവാസികൾ പലരും അവിടെ അന്വേഷിച്ചെന്നു. ഇത്തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അതിന് മറുപടിയായിട്ടാണ് ആശാ ശരത്ത് ഈ പറയുന്ന പത്രക്കുറിപ്പ്, അതായത് സ്പൈസസ് പ്രൊഡ്യൂസേഴ്സിന്റെ പത്രക്കുറിപ്പും കൂടി പബ്ലിഷ് ചെയ്തുകൊണ്ട് അവർ രംഗത്തെത്തിയത്. തന്നെ വേദനിപ്പിച്ചവരോട് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ല, എങ്കിലും ഇതായിരുന്നു സത്യം എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ആ വാർത്താക്കുറിപ്പ് കൂടി പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ആശാ ശരത്ത് അതിന് മറുപടി നൽകിയത്. മാത്രമല്ല, 2 ആഴ്ച മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇപ്പോഴാണ് ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കവെയാണ് ഇതിലൊരു നടപടി ഉണ്ടാക്കിയത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നടി ആശാ ശരത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നത്. നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആശാ ശരത്തിനെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്.
പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിയില്ലെന്ന് യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതോടെ തുടർ നടപടികൾക്കൊരുങ്ങി പോലീസ്. യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. അതേസമയം പെൺകുട്ടിയുടെ മൊഴിമാറ്റത്തിൽ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. മൊഴിമാറ്റാനുള്ള സാഹചര്യം പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വ്യക്തമാക്കി. പെൺകുട്ടിയുമായി മുൻപ് താൻ ഫോണിൽ സംസാരിച്ചിരുന്നു, കൗൺസിലിംഗ് നൽകിയിരുന്നു. രഹസ്യമൊഴി നൽകിയ ശേഷമാണ് മൊഴി മാറ്റിയത്. കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് കുട്ടി മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അഭിപ്രായമാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്തും കുട്ടി യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാവാതെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വനിതാ കമ്മീഷന്റെ കൌൺസിലറോടും കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? വല്ല സമ്മർദ്ദവും ഇപ്പോൾ അച്ഛൻ പറയുന്നത്, പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നത് കുട്ടിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടു ചെന്നാക്കിയതിനു ശേഷം കുട്ടിയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടി മൊഴി മാറ്റി പറയാൻ ഇടയായിട്ടുള്ളത് എന്നും കുട്ടി എവിടെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാക്കപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ വനിതാ കമ്മീഷന് പറയാൻ. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ 2 ദിവസമായി ഇരുട്ടിന്റെ മറവിലാണ് ഈ യുവതി ഇത്തരം തൻ്റെ മുൻപ് ഭർത്താവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളുടെ രംഗത്തെത്തുന്നു, വലിയ രീതിയിലുള്ള പുകമറ സൃഷ്ടിക്കുന്നു. ഇതാര് പറയണതാണ് സത്യം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസും ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ ഈ യുവതി മൊഴി മാറ്റിയെങ്കിലും അത് അന്വേഷണത്തെ ബാധിക്കില്ല, അന്വേഷണവുമായി കേസുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഈ യുവതി മൊഴി മാറ്റിയ സാഹചര്യത്തിൽ എങ്ങനെ ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും മനീഷ്? ടോം, പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടി മൊഴി മാറ്റിയപ്പോൾ തന്നെ എത്തിച്ചേർന്ന നിഗമനം ഒന്നെങ്കിൽ സമ്മർദ്ദത്തിന്റെ അല്ലെങ്കിൽ പ്രലോഭനത്തിന്റെ ഭാഗമായാവും ഈ പെൺകുട്ടി നേരത്തെ നൽകിയ മൊഴി മാറ്റിയത് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ അക്കാര്യങ്ങളൊന്നും കേസിനെ ബാധിക്കില്ല എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരു തലത്തിലല്ല പല തലത്തിൽ ഈ പെൺകുട്ടി ഇത്തരത്തിൽ കൃത്യമായ മൊഴി നൽകിയിരുന്നു. ആദ്യം പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴി, പിന്നീട് ആ മൊഴി നൽകിയ ശേഷവും അർഹമായ പരിഗണന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന അതേ ഗൗരവത്തിൽ അവിടുത്തെ SHO ഈ കേസ് പരിഗണിച്ചില്ല എന്ന കുടുംബത്തിന്റെ പരാതി വന്ന സാഹചര്യത്തിൽ ACP നേരിട്ട് വടക്കൻ പറവൂരിൽ പോയി ആ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തി അവരിൽ നിന്നും നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് സാധാരണ ഇത്തരം ക്രിമിനൽ കേസുകളിൽ പരാതിക്കാരായ ആളുകൾ മൊഴി മാറ്റാൻ ഉള്ള സാഹചര്യം പല കേസുകളിലും ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു രഹസ്യമൊഴി കോഴിക്കോട്ടെ മജിസ്ട്രേറ്റ് കോടതിയിൽ യുവതിയെ എത്തിച്ചൊരു രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനാണ് നിയമപരമായി ഏറ്റവും അധികം നിലനിൽപ്പുള്ള ഒരു മൊഴി. ഇത് തന്നെയല്ല വനിതാ കമ്മീഷനും ഈ പെൺകുട്ടി കൃത്യമായി മൊഴി നൽകിയിരുന്നു. കൃത്യമായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണുമായി ഈ പെൺകുട്ടി സംസാരിച്ചിരുന്നു. എന്നിട്ട് ഇതിനുശേഷം കൗൺസിലർ ഈ പെൺകുട്ടിയുമായി സംസാരിച്ച് കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. അപ്പോഴൊന്നും ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം ഈ പെൺകുട്ടി നേരിടുന്നില്ല എന്ന് വ്യക്തമായി നേരിട്ട് ബോധ്യപ്പെട്ടു എന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ തന്നെ പറയുന്നു. അവരടക്കം പറയുന്നത് മൊഴി മാറ്റാനുള്ള ഒരു സാഹചര്യം പരിശോധിക്കുമെന്നാണ്. രഹസ്യമൊഴി അടക്കം നൽകിയ ശേഷം ഈ മൊഴി മാറ്റാനുള്ള സാഹചര്യം പരിശോധിക്കണമെന്ന് അവർ പറയുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസും ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രതി വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ, സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുത്തോടുകൂടി സ്ഥലത്തു നിന്നും അപ്രത്യക്ഷനാവുകയും പിന്നീട് വിദേശത്തേക്ക് പോവുകയും ചെയ്തതാണ്. അതായത് നിയമവ്യവസ്ഥയോട് ഒരു തരത്തിലും വിധേയമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നടത്തിയ ആളല്ല പ്രതി. അതുകൊണ്ട് തന്നെ വിദേശത്തിരുന്ന് ഈ പെൺകുട്ടിയെ മാറ്റാൻ, പെൺകുട്ടിയുടെ മനസ്സ് വീണ്ടും മാറ്റി തൻ്റെ അടുക്കിലേക്ക് എത്തിക്കുകയും താൻ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറയ്ക്കുകയും ഈ കുറ്റത്തിന് അനുയോജ്യമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം പ്രതി നടത്തുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ നിഗമനം. ഒരുപക്ഷെ നാട്ടിൽ തന്നെ ഈ പ്രതി
നിൽക്കുകയും നിയമത്തിന് വഴങ്ങി പിന്നീട് പെൺകുട്ടിയുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയോ അല്ലെങ്കിൽ നിയമവിധേയമായ മാർഗത്തിൽ കൂടി എന്തെങ്കിലും നടപടിക്രമം ചെയ്യുകയോ ആണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഈ ഹൈക്കോടതിയിലടക്കം മജിസ്ട്രേറ്റ് കോടതിയിലടക്കം ചെല്ലുമ്പോൾ പ്രതിയുടെ വാദങ്ങൾക്ക് കൂടുതൽ ബലമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലൊന്നും ചെയ്യാതെ വിദേശത്തെ രക്ഷപ്പെട്ട ശേഷം അവിടെ നിന്നും പെൺകുട്ടിയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിയമത്തിന്റെ ഒരു പരിഗണന വളരെ അനായാസം പ്രതിക്ക് ലഭിക്കില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. കുടുംബം ആരോപണം ഉന്നയിച്ചത് നിലവിലെ യുവതി ഭർത്താവിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ്, അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അത്തരം സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി മാറ്റിയതെന്ന്. ഇവരെവിടെയാണെന്ന് കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എവിടെയോ ഒളിസംഘത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുവതിയെ കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണം, പോലീസ് ആ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടോ? ഇവരെ കണ്ടെത്താനുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? തീർച്ചയായും പോലീസ് മൊബൈൽ ടവറൊക്കെ കേന്ദ്രീകരിച്ച് ഈ യുവതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം കുടുംബം പരാതി നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ആക്കിയ ശേഷം പെൺകുട്ടിയുമായൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഫോൺ വിളിക്കെങ്കിലും സാധാരണ രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമാണ് നടത്തിയത്. അതിനുശേഷമാണ് ഈ സമൂഹ മാധ്യമത്തിൽ 2 വീഡിയോ പോസ്റ്റ് ചെയ്യുകയും തൻ്റെ കുടുംബം തന്നെ വധിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് തന്നെ സമ്മർദ്ദത്തിൽ അടിപ്പെടുത്തി എന്നീ കാര്യങ്ങളൊക്കെ ആ യുവതി പറയുമ്പോഴും എവിടെ നിന്നാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വെളിപ്പെടുത്തൽ ഈ യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്തായാലും നമുക്ക് ഇന്നലെ ഈ രാഹുലിൻ്റെ അഭിഭാഷകനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുലുമായി നിരന്തരമായ സമ്പർക്കം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി കഴിഞ്ഞ 1-2 ആഴ്ചയായി പുലർത്തുന്നു എന്നത് തന്നെയാണ്. കൃത്യമായ ആശയവിനിമയം ഇരുവരും തമ്മിൽ നടത്തുന്നു. കുടുംബത്തിനെ വിട്ട് ആ പെൺകുട്ടി അല്ലെങ്കിൽ യുവതി ആ രാഹുലിനൊപ്പം ഭർത്താവിനൊപ്പം ചേർന്നിരിക്കുന്നു. അവരോടൊപ്പമുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു. രാഹുൽ വിദേശത്താണ്, ഈ യുവതി നാട്ടിലാണ് എന്ന രീതിയിലും ഒപ്പം ഈ യുവതിക്കൊരു അഭിഭാഷകനെ അടക്കം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും പരാതി പിൻവലിക്കാനുള്ള അപേക്ഷ നൽകുകയും ഒക്കെ ചെയ്ത രീതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകനുമായി തന്നെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു അഭിഭാഷകനെ നിയോഗിച്ചിട്ടും ഉണ്ട്. എന്തായാലും അത്തരം നടപടിക്രമങ്ങൾ കടക്കുമ്പോഴും രാഹുലിന് അറിവുള്ള ഇടത്ത് അല്ലെങ്കിൽ രാഹുലിൻ്റെ കുടുംബത്തിന് അറിവുള്ള ഇടത്ത് അല്ലെങ്കിൽ രാഹുലിൻ്റെ അഭിഭാഷകർക്ക് അറിവുള്ള ഇടത്ത് തന്നെയാണ് ഈ യുവതി ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നമ്മൾ അഭിഭാഷകനുമായി സംസാരിച്ചപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള കോടതിയിൽ ആ പെൺകുട്ടി സ്വമേധയാ ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുടുംബത്തിന്റെ പരാതി വടക്കൻ പറവൂരിൽ നൽകിയെങ്കിലും പിന്നീട് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും കഴക്കൂട്ടം പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ യുവതി കഴക്കൂട്ടത്തെ കോടതിയിൽ നേരിട്ട് ഹാജരായി തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിരിക്കുകയല്ല, തൻ്റെ സ്വമേധയാ ഇഷ്ടപ്രകാരമാണ്, സ്വന്തം ഇച്ഛയാലാണ് ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. താനും തൻ്റെ ഭർത്താവുമായി ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ആ യുവതി കോടതി മുമ്പാകെ ഹാജരായി അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സ്വമേധയാ ഇത്തരം ഒരു കാര്യം കോടതിയിൽ ബോധിപ്പിച്ചാൽ പ്രായപൂർത്തിയായ യുവതി എന്ന നിലയ്ക്ക് ഈ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന യുവതിയുടെ വാദം ഒരുപക്ഷെ അംഗീകരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇപ്പോഴും ഇവരുടെ കസ്റ്റഡിയിലാണോ അല്ലെങ്കിൽ ഈ പുറത്തേക്ക് വന്നാൽ ഈ പെൺകുട്ടി എന്താണ് പറയുക, അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുള്ള താൽക്കാലികമായ ഒരു രക്ഷപ്പെടലാണോ ഇപ്പോൾ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തായാലും കോടതിയിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ പോലീസ് ഇവരെ കണ്ടെത്തുകയോ ചെയ്താൽ മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ രാഹുലിൻ്റെ കൃത്യമായ നിയന്ത്രണത്തിലാണ്. രാഹുലും ഈ യുവതിയുമായി കൃത്യമായ ബന്ധം പുലർത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒപ്പം കുടുംബത്തെ ഈ പെൺകുട്ടി പാടെ അവഗണിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞത്. യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ പെൺകുട്ടിക്ക് മൊഴി നൽകാനുള്ള അന്തരീക്ഷം ഒരുക്കുമെന്നവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അനീഷ്, ഈ പെൺകുട്ടിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അത് സ്വന്തം കുടുംബത്തിൻ്റെതാണോ അതോ രാഹുലിൻ്റെ ആണോ സമ്മർദ്ദമുണ്ടായതെന്നാണ് അറിയേണ്ടത്. പ്രധാനമായും താൻ പറഞ്ഞതെല്ലാം കള്ളമാണ്. തൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഭർത്താവിനെതിരെ മൊഴി നൽകിയതെന്ന് പെൺകുട്ടി വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ, ആ പരാതി വ്യാജമാണെങ്കിൽ ഈ കുടുംബത്തിനെതിരെ പോലീസിൻ്റെ നടപടി ഉണ്ടാകുമോ അതോ ഇവരൊന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ ഈ കേസ് പൂർണ്ണമായും റദ്ദാകുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ഉണ്ടാകാൻ പോകുക? അത്തരം എന്തെങ്കിലും ഇതിലൊരു നിയമവശം എങ്ങനെയാണ് അനീഷ്?
ഈ ക്രിമിനൽ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട പരാതിക്കാർ പരാതിയില്ലെന്ന് അറിയിച്ചാൽ പോലും അത് നിലനിൽക്കുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാരണം ആദ്യം പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നു, പിന്നീട് വടക്കൻ പറവൂരിലും ആശുപത്രിയിലടക്കം പരിശോധനകൾ നടത്തുന്നു, പിന്നീട് കോഴിക്കോട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകുന്നു. 3 ആശുപത്രികളിൽ നടത്തിയ പരിശോധനയ്ക്ക് യുവതിക്ക് പരിക്ക് പറ്റിയതായി കണ്ടെത്തുന്നു. മുഖത്തും മറ്റുമൊക്കെ പരിക്കുണ്ടായി. ബേബി മെമ്മോറിയൽ ആശുപത്രി, ഫറൂഖ് ആശുപത്രി, ഒപ്പം വടക്കൻ പറവൂർ ആശുപത്രി, ഈ 3 ആശുപത്രികളിലെ ഡോക്ടർമാരുടെ മൊഴിയുണ്ട്. ഒപ്പം വാഹനത്തിൽ നിന്നും ഈ യുവതിയുടെ രക്തക്കറ കണ്ടെത്തുന്നു. ആശുപത്രികളിലെ CCTVയിൽ ഈ പരിക്കേറ്റ യുവതിയുമായി ഈ യുവാവ് എത്തുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. ഒപ്പം ഈ ആദ്യം തന്നെ രാഹുൽ ഒരു വീഡിയോ പുറത്തുവിട്ടപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു താൻ അടിച്ചിരുന്നുവെന്ന്. രാഹുലിൻ്റെ അമ്മ നമുക്കടക്കം നൽകിയ സംഭാഷണത്തിലും ഈ തനിക്കിട്ട് ഈ തൻ്റെ മകൻ മർദ്ദിച്ചു എന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു. യുവതി പുറത്തുവിട്ട വീഡിയോയിലും തന്നെ മർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെല്ലാം ഒരു മർദ്ദനം എന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഒപ്പം രഹസ്യമൊഴിയിലും മർദ്ദനവും അതേ തുടർന്നുണ്ടായ ബെൽറ്റ് കൊണ്ട് അടിക്കുക, കഴുത്തിൽ ഈ മൊബൈലിൻ്റെ കേബിൾ മുറുക്കുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒരു മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായാൽ തനിക്കിനി ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ ഒന്നിച്ചു പോകേണ്ടത് യുവാവിനൊപ്പം എന്ന ഒരു തീരുമാനത്തിൽ ഈ യുവതി ഇപ്പോൾ എത്തിയിരിക്കാം. കാരണം ഈ വിവാഹാലോചനകൾ വന്നപ്പോൾ നമുക്കറിയാം കോട്ടയം ജില്ലയിലെയും ഈ പറവൂരിലെയും 2 വിവാഹാലോചനകളാണ് ഈ വെബ്സൈറ്റ് വഴി എത്തുകയും 2 പേരെ ഒരു ദിവസം പെണ്ണ് കാണാൻ പോവുകയുമാണ് ചെയ്തത്. ഈ 2 പെൺകുട്ടികളെയും ഈ രാഹുലിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ജോലി സാധ്യതയും മറ്റുമൊക്കെ പരിഗണിച്ചപ്പോൾ കോട്ടയം ജില്ലയിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇതിനുശേഷം പിന്നീട് നമുക്കറിയാം ബംഗളൂരുവിൽ പോയതടക്കമുള്ള കഥകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ഈ രാഹുലിൻ്റെ കുടുംബം പറയുകയും ചെയ്തതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ വിവാഹം പെട്ടെന്ന് ഒഴിവാകുന്നു. വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം അടുത്ത് നിൽക്കെ വിവാഹ ക്ഷണക്കത്ത് പോലും അടിച്ച ശേഷം ആ വിവാഹം മാറുന്ന സാഹചര്യം. പെട്ടെന്ന് അഭിമാനം രക്ഷിക്കാൻ എന്ന പേരിൽ നിലവിൽ തന്നെ വിവാഹാലോചനകളുമായി അല്ലെങ്കിൽ പെണ്ണുകാണലുമായി പോയ ശേഷം ഈ വടക്കൻ പറവൂരിലെ യുവതിയുമായി ഫോണിലും മറ്റുമൊക്കെ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റും ഒക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് രാഹുൽ വീണപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ രാഹുലിനെ സ്വീകരിക്കാൻ തയ്യാറായി വന്ന ഒരു യുവതിയാണ്. യുവതിയുടെ വിവാഹ ചടവുകളടക്കം ഈ വസ്ത്രങ്ങളടക്കം നൽകുകയും ചെയ്ത രാഹുലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രാഹുലിനോട് വലിയ ഒരു അടുപ്പം ഈ കുട്ടിക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ആദ്യ ദിനം പരാതി നൽകാൻ എത്തിയപ്പോൾ പോലും ഈ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പോലും ഈ അടുപ്പം പെൺകുട്ടി പ്രകടമാക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു തരത്തിലും തങ്ങളുടെ മകൾക്കുണ്ടായ അതിക്രമത്തെ, ഈ ക്രൂരമായ മർദ്ദനത്തെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്നൊരു ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇവരോടൊപ്പം പോവുകയും ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ആദ്യം മുതൽ തന്നെ ഒരു മൃദുഭാവം ഈ യുവതിക്ക് രാഹുലിനോടുണ്ട്. അത് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതീവ സങ്കീർണമാവുകയും ഇത്രയധികം വഷളാവുകയും ചെയ്യുമെന്ന് ഈ യുവതിയും വിചാരിച്ചു കാണില്ല. എന്നാൽ അതിനുശേഷം പിന്നീട് കേസൊക്കെ ആയി കഴിഞ്ഞാണ് വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ രാഹുലുമായി വീണ്ടും സമ്പർക്കം ചെലുത്താൻ അവസരം കിട്ടുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുവരും ഒന്നാവാൻ തീരുമാനിക്കുകയാവുകയും ചെയ്തത്. പക്ഷേ ഇത് ഒരു ദൂരക്കാഴ്ചയിൽ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം നേരത്തെ കൊല്ലത്തായാലും മറ്റിടങ്ങളിലൊക്കെ ആയാലും ആലുവയിലെ മോസിനയുടെ മോഫിയ പർവിൻ്റെ കേസൊക്കെ ആയാൽ പോലും ആദ്യം പരാതി നൽകി വീട്ടിലേക്ക് എത്തുമ്പോൾ കുടുംബം ഒരുപക്ഷെ പറയുന്നത് സുഭദ്രമായൊരു ഭാവി ജീവിതത്തെ കരുതി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവും, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരോടൊപ്പം തുടരാമെന്ന രീതിയിലൊക്കെ ആവും പറയുക. പക്ഷേ പിന്നീട് ഈ യുവതികൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുമ്പോഴോ അല്ലെങ്കിൽ കുടുംബം ഈ ഭർത്താവ് ഇവരെ ഏതെങ്കിലും തരത്തിൽ വകവരുത്തുകയോ ചെയ്തു കഴിയുമ്പോൾ മാത്രമാവും ഈ പ്രശ്നങ്ങളുടെ ഗൗരവത്തെപ്പറ്റി അതത് കുടുംബങ്ങൾക്ക് പോലും ഒരു ബോധ്യമുണ്ടാവാൻ കഴിയുന്ന ഒരു സാഹചര്യം. എന്തായാലും അത്തരമൊരു കാര്യം ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ കുടുംബബന്ധം തുടക്കത്തിൽ തന്നെ ഈ വിവാഹം കഴിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നീടുള്ള ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് ആ കുടുംബം ചിന്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈധൈര്യമായി യുവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും തന്നെയാണ് ഈ യുവതിയുടെ മാതാപിതാക്കളുടെ ഒരു ആശങ്ക. കാരണം മകളുടെ ഭാവി ഓർത്താണ് അവർ അത്തരമൊരു നടപടിയെടുത്തതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ മൊഴിമാറ്റത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, സമ്മർദ്ദമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സണ്ണി ലിയോണിന്റെ സ്റ്റേജ് പ്രോഗ്രാം നടത്താനുള്ള തീരുമാനം വലിയ വിവാദമായിരുന്നു. ഒടുവിൽ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ സണ്ണി ലിയോണിന്റെ പ്രോഗ്രാം തടഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകി. ജൂലൈ 5-നാണ് സണ്ണി ലിയോണിന്റെ പ്രോഗ്രാം നടത്താൻ കോളേജ് യൂണിയൻ തീരുമാനിച്ചിരുന്നത്. പുറമേ നിന്നുള്ള പ്രോഗ്രാമിന് സർവകലാശാലയുടെ അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് വിശദീകരണം.
വി അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, രണ്ട് സംഭവമുണ്ട്. ഒന്ന്, ഈ പ്രോഗ്രാം നടത്താൻ സർവകലാശാലയുടെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല. മുൻപ് ഈ സമീപ നാളുകൾക്ക് മുൻപുണ്ടായ പല സംഭവങ്ങളും, കുസാറ്റിലെ സ്റ്റേജ് ഷോയ്ക്കിടെ ഉണ്ടായ വലിയ ദുരന്തം, തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ ദുരന്തം, ഇതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും സണ്ണി ലിയോണി പങ്കെടുക്കുന്ന പരിപാടിയിൽ വലിയ ആൾക്കൂട്ടമുണ്ടാകാം, ഒരുപക്ഷെ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാം. അത് മുന്നിൽ കണ്ടാണോ ഈ പ്രോഗ്രാം തടഞ്ഞിരിക്കുന്നത്? അതോ ഈ പോൺ ആക്ട്രസ് എന്ന രീതിയിൽ വിവാദത്തിലുള്ള, അല്ലെങ്കിൽ പോൺ ആക്ട്രസ് എന്ന ഒരു വിശേഷണമുള്ള സണ്ണി ലിയോണിയുടെ പരിപാടി അതുകൊണ്ടാണോ, അവർ പോൺ ആക്ട്രസ് ആണ് എന്നതുകൊണ്ടാണോ തടഞ്ഞത്? ജൂലൈ 5-നാണ് സണ്ണി ലിയോണിയുടെ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരുന്നത്. കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അവരുടെ ഒരു സ്റ്റേജ് ഷോ ഫസ്റ്റ് ടൈം എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് കാര്യവട്ടത്ത് അവർ ഇത്തരമൊരു പരിപാടി തീരുമാനിച്ചത്. ഇത് സർവകലാശാലയെ അറിയിച്ചിട്ടില്ലെന്നാണ് VC പറയുന്നത്. സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികളാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ അറിയിപ്പ് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ VC അത് തടഞ്ഞുകൊണ്ട് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോളേജ് യൂണിയൻ ഇത്തരമൊരു പരിപാടി പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും പരിപാടി നടത്താൻ സർവകലാശാലയുടെ അനുമതി വാങ്ങിയിട്ടില്ല. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും അതിനുശേഷം കുസാറ്റിലുമൊക്കെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടി കുസാറ്റിൽ വിദ്യാർത്ഥികളുടെ മരണത്തിന് വരെ ഇടയാക്കിയ സംഭവമാണ്. അതിനുശേഷമാണ് പുറമേ നിന്നുള്ള DJ പാർട്ടികളും സംഗീത നിഷേധം തുടങ്ങിയവ ക്യാമ്പസിൽ നടത്തുന്ന സർക്കാർ കർശനമായി നിരോധിച്ചത്. നേരത്തെയും ഇത് നിരോധിച്ചുള്ള ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസവും പുറത്തിറക്കിയിരുന്നുവെങ്കിലും അത് പലപ്പോഴും പാലിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സണ്ണി ലിയോണിന്റെ പരിപാടി ഈ രീതിയിൽ നടത്തുന്നത് തടഞ്ഞുകൊണ്ട് VC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾ ഇത്തരം പരിപാടികൾ ക്യാമ്പസിലോ പുറത്തോ യൂണിയന്റെ പേരിൽ സംഘടിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാട് സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സ്വീകരിക്കുന്നു. സണ്ണി ലിയോണിയുടെ പരിപാടി സ്വാഭാവികമായും സൂചിപ്പിച്ച പോലെ വലിയ തിരക്കുണ്ടാകാൻ, അതൊരു പക്ഷേ വിദ്യാർത്ഥികൾ ടിക്കറ്റ് വെച്ച് പ്രദർശനം നടത്തിയാൽ പോലും അതിനപ്പുറത്തേക്ക് ആളുകൾ എത്താൻ സാധ്യത. നമ്മൾ ഇടയ്ക്ക് കൊച്ചിയിലെ കണ്ടതാണ്. സണ്ണി ലിയോണി വരുമ്പോഴുള്ള ജനക്കൂട്ടത്തിന്റെ ഒരു ആവേശവും ജനക്കൂട്ടം തടിച്ചുകൂടുന്നതൊക്കെ നമ്മൾ കൊച്ചിയിൽ പലപ്പോഴും കൊച്ചിയിൽ കണ്ടതാണ് ഒരു തവണ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കൂട്ടമായി അത് മാറും എന്ന വിലയിരുത്തൽ സർവകലാശാലയ്ക്ക് VCക്കുണ്ട്. അതുകൊണ്ടാണ് അത് തടഞ്ഞത്. മറ്റു കാരണങ്ങളൊന്നും VCയുടെ ഈ സർക്കുലറിൽ പറയുന്നില്ല. പക്ഷേ യൂണിയന്റെ നിലപാട് എന്തായിരിക്കും? VC ഇങ്ങനെ യൂണിയനുമായി ചർച്ച ചെയ്ത ശേഷമാണോ ഈ പ്രോഗ്രാം തടഞ്ഞിരിക്കുന്നത്? ഈ പ്രോഗ്രാം ഇനി നടത്തില്ല എന്ന് തന്നെ യൂണിവേഴ്സിറ്റി അധികൃതർ നിലപാട് ഘടിപ്പിക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് കോളേജ് യൂണിയൻ ഒരു നടപടിയിലേക്ക് നീങ്ങുമോ അരുൺ? അത് വ്യക്തമായിട്ട് അല്പസമയം നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് യൂണിയന്റെ പ്രതികരണം ഇനിയും തേടേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും VC തടഞ്ഞാൽ അതുമായി മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല. ക്യാമ്പസിനകത്തായാലും പുറത്തായാലും ഈ വിദ്യാർത്ഥി യൂണിയന്റെ പേരിൽ ഇത്തരം ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് VC നൽകിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റേതെങ്കിലും സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്താൻ കഴിയുമോ, അല്ലെങ്കിൽ സ്വാഭാവികമായും ബാനർ അവർ ഉപേക്ഷിക്കേണ്ടി വരും. യൂണിയന്റെ പേരിൽ നടത്താൻ ഉള്ള അവസരം ഉണ്ടാകില്ല. അതിന് പകരം മറ്റേതെങ്കിലും ബാനറിന്റെ കീഴിൽ അവർ നടത്തേണ്ടി വരും. അത്തരം പ്രതികരണങ്ങളൊക്കെ വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും VC തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിയന്റെ പേരിൽ സർവകലാശാല ക്യാമ്പസിനകത്തോ പുറത്തോ നടത്താൻ പാടില്ല. നേരത്തെ കുസാറ്റിലേക്ക് മറ്റുമുണ്ടായ ദാരുണമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് VC ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതിന് മറ്റു മാനങ്ങൾ ഈ ഘട്ടത്തിൽ കൽപ്പിക്കാൻ കഴിയില്ല. ഏതായാലും വിദ്യാർത്ഥികൾ ഇതിനെതിരെ സ്വാഭാവികമായി വലിയ പ്രചരണം നടത്തിയിരുന്നു. വലിയ ചെലവുള്ള പരിപാടിയാണ്. സണ്ണി ലിയോണിയുടെ ഇത്തരത്തിൽ ഡേറ്റ് ലഭിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല ചെലവേറിയ ഒരു പരിപാടിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലാണ് ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വ്യക്തമാണ്. വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സണ്ണി ലിയോണിന്റെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നതാണ് VC തടഞ്ഞിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശതമാനം പൂർത്തിയായ സ്പോട്ട് ലൈവ് തുടരുന്നു. എറണാകുളം വടക്കൻ പറവൂരിൽ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ അറസ്റ്റിൽ.
ഈ മാസം 2-ാം തീയതിയാണ് പറവൂർ കുഞ്ഞിത്തൈയിലെ വീട്ടിൽ വെച്ച് സിബിന് വയറ്റിൽ കത്രിക കുത്തേൽക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വീട്ടുവഴക്കിനിടെ ഭാര്യ രമണി കത്രികയ്ക്ക് കുത്തിയതായാണ് പറയുന്നത്. സ്വയം പ്രതിരോധിക്കാൻ കുത്തിയതെന്നാണ് ഭാര്യയുടെ മൊഴി. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഇത് സംഭവം ഈ ഭാര്യയുമായിട്ടുള്ള തർക്കത്തിനിടെ ഭാര്യ ഭർത്താവിനെ കുത്തിയതാണ് എന്ന് ഈ മരണത്തിന് ശേഷമാണോ പോലീസിന് വിവരം ലഭിച്ചത്? ടോമി, സംഭവം നടന്ന ശേഷം ആദ്യം പോലീസും കുടുംബവും കരുതിയത് അസ്വാഭാവിക മരണമെന്നാണ്. കാരണം അങ്ങനെയാണ് രമണി കുടുംബത്തോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത്. താനുമായി തന്റെ ഭർത്താവ് സിബിൻ വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിൽ വഴക്ക് രൂക്ഷമായപ്പോൾ സിബിന്റെ കയ്യിൽ തന്നെ ഒരു കത്രിക കരുതിയിരുന്നു. ആ കത്രിക ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ കത്രിക തിരിച്ചു വന്ന് സിബിന്റെ ദേഹത്ത് കുത്തിത്തറയ്ക്കുകയായിരുന്നു എന്നുള്ള മൊഴിയായിരുന്നു രമണി ആദ്യം പോലീസിനോടും കുടുംബത്തോടും ഒക്കെ പറഞ്ഞത്. പക്ഷേ സിബിന്റെ മാതാവിനൊരു സംശയം തോന്നിയിരുന്നു. കാരണം ഇതിനു മുൻപും പലതവണ ഇവർ തമ്മിൽ തർക്കങ്ങൾ തുടർന്നിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് രമണി തന്നെ കുത്തി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു സംശയം പോലീസിനോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് വടക്കേക്കര പോലീസിന് സിബിന്റെ മാതാവ് പരാതി നൽകിയത്. രമണിയാണ് തന്റെ മകനെ കൊലപ്പെടുത്തിയതെന്ന് തനിക്ക് സംശയമുണ്ടെന്നുള്ള തരത്തിലുള്ളൊരു കേസായിരുന്നു നൽകിയിരുന്നത്. തുടർന്ന് രമണിയെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ വിവരം വ്യക്തമാകുന്നത്. അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം സിബിൻ വീട്ടിലേക്ക് കയറി വരികയും ഭാര്യ രമണിയുമായി വലിയ രീതിയിൽ തർക്കമുണ്ടായി. തുടർന്ന് രമണി ഓടി മുറിയിലേക്ക് കടന്ന് റൂം കുറ്റിയിട്ടു. പക്ഷേ മുറി ചവിട്ടി തുറന്ന് അകത്തേക്ക് വന്ന് ആ സമയത്ത് സിബിന്റെ കയ്യിൽ ഒരു കത്രിക ഉണ്ടായിരുന്നു. ആ കത്രിക വെച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് പ്രതിരോധിക്കുന്നതിനിടയിലാണ് സിബിന്റെ കയ്യിൽ നിന്നും കത്രിക പിടിച്ചുവാങ്ങി തിരിച്ച് സിബിനെ തന്നെ കുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇത് പേടിച്ചിട്ടാണ് പുറത്തേക്ക് പറയാത്തതെന്നും പോലീസിന് മൊഴി നൽകി. ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ്. ഒരു പ്രതിരോധം, ഒരു സ്ത്രീയെ ആക്രമിക്കാൻ വന്നതിന്റെ ഒരു പ്രതിരോധം എന്നോണം അവർ നിവർത്തിയില്ലാതെ ചെയ്തു പോയി എന്നുള്ളൊരു തരത്തിലാണ് പോലീസ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കൊലപാതകം മറച്ചുവെച്ചതും മറ്റൊരു വകുപ്പായി തന്നെ പോലീസ് കണക്കാക്കും. അതിനു വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ചുമത്താനുള്ള രീതിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും രമണി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. തന്റെ ഭർത്താവ് സിബിനെ താൻ തന്നെയാണ് കുത്തി കൊലപ്പെടുത്തിയത്. താനുമായി തർക്കമുണ്ടായതിനെ തുടർന്ന് തന്നെ കൊലപ്പെടുത്തും എന്ന് തോന്നിയതുകൊണ്ട് ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രമണിയുടെ മൊഴി പൂർണ്ണമായും അങ്ങനെ കരുതുന്നുണ്ടോ? ഈ സ്വയം പ്രതിരോധിക്കാൻ കുത്തിയതെന്നാണോ പോലീസിന്റെ ഒരു വിലയിരുത്തൽ? കാരണം ഇവർ തമ്മിൽ മുൻപും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് സിബിന്റെ മാതാവ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമായി കൂടി സംശയിക്കണോ നവമി? അങ്ങനെ ഒരു ആസൂത്രിത കൊലപാതകമാണെന്നുള്ളൊരു സംശയം പോലീസിനില്ല. കാരണം പോലീസും ഇത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രമണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ നാട്ടുകാരും അതുപോലെ സമീപവാസികളൊക്കെ ഇത് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ സ്ഥിരം തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സിബിൻ പലപ്പോഴും രമണിയെ മർദ്ദിക്കുന്നതായും ഇവർ കാണുന്നുണ്ട്. പലരോടും രമണി ഇത് പരാതിയായി പറയുകയും ചെയ്തിട്ടുണ്ട്. തന്നെ നിരന്തരം ഭർത്താവ് മർദ്ദിക്കുന്നുണ്ട്. മദ്യപാനത്തിന് അടിമ കൂടിയാണ് സിബിൻ. ഈ ഒരു ഘട്ടത്തിൽ ഈ അയൽവാസികളും ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. രമണിയെ പലതവണ ഇതുപോലെ വന്ന് ഉപദ്രവിക്കുകയും രാത്രിയൊക്കെ വലിയ രീതിയിൽ മർദ്ദനമൊക്കെ രമണി കേൾക്കേണ്ടി വരുന്നതും ഒക്കെ നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൂടി നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ പോലീസിന് മനസ്സിലായത് രമണി ആ ഒരു അവസ്ഥയിൽ തന്നെ കൊലപ്പെടുത്താൻ വന്ന ഭർത്താവിൽ നിന്നും രക്ഷ നേടാൻ തന്നെയാണ് തിരിച്ച് കത്രിക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതെന്നും പോലീസും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പറവൂരിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് നൽകിയിരിക്കുന്ന സംഭവത്തിൽ ഭാര്യ രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.
സ്പോട്ട് ലൈവ് തുടരുന്നു. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ 32 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നു. 75 ലക്ഷത്തോളം രൂപ മൂല്യം വരുന്ന പണവും സ്വർണവും കണ്ടുകെട്ടി രാജ്യവ്യാപക റെയ്ഡിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഹൈറിച്ചിന്റെ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ വിവിധയിടങ്ങളിൽ 13 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 32 കോടി രൂപയുടെ സ്വത്തുവകകൾ മരവിപ്പിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ആജ്ഞ, ഹൈറിച്ച് തട്ടിപ്പ് കേസിന്റെ വ്യാപ്തി വളരെ വലുതാണ്. കോടികളുടെ 1000-ലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് വിവരമുണ്ട്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന രാജ്യവ്യാപകമായി നടന്ന ഹൈറിച്ചിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡ്, ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്തുവകകൾ മരവിപ്പിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ ഇനി എന്തായിരിക്കും? നേരത്തെ തന്നെ 200 കോടി ആസ്തി വരുന്ന സ്വത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഹൈറിച്ചിന്റെ 55 അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു. ഈ ഒരു നടപടിക്കെതിരെ ഹൈറിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇ ഡി രാജ്യവ്യാപകമായി തന്നെ ഹൈറിച്ചിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തുന്നത്. ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, അതുപോലെ കേരളം ഉൾപ്പെടെയുള്ള 15 കേന്ദ്രങ്ങളിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഹൈറിച്ച് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഓഫീസും വീടും ഒക്കെ റെയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇ ഡി കടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്ന CBI ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സമയത്താണ് ഇ ഡി ഇതിൽ ഇടപെടുന്നതും ഇങ്ങനെ രാജ്യവ്യാപകമായി ഹൈറിച്ചിന്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന 200 കോടി രൂപയുടെ സ്വത്ത് സർക്കാരിലേക്ക് പോകുന്ന നടപടി കോടതി ശരിവെച്ചിരുന്നതാണ്. എന്നാൽ ജില്ലാ കളക്ടറും ഇത്തരത്തിൽ തനിക്ക് ജില്ലാ കളക്ടർക്ക് ഇത്തരം നടപടികൾ എടുക്കാനോ അക്കൗണ്ട് മരവിപ്പിക്കാനോ ജപ്തി നടപടികളിലേക്ക് പോകാനുള്ള അധികാരമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈറിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്ന് ആ വാദം കേൾക്കാനിരിക്കുകയുമാണ് എന്തായാലും ഇ ഡി നടപടി തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ഹൈറിച്ചിന്റെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ രൂപത്തിൽ നടത്തിയ തട്ടിപ്പുകൾ വേറെ, ദുബായിലെ പല കേന്ദ്രങ്ങളിലും ഹൈറിച്ചിന്റെ പേരിൽ പുതിയ കമ്പനികൾ തുടങ്ങുന്നു എന്നുള്ള വിവരം, ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡി വ്യാപകമായി റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ കോടിക്കണക്കിന് രൂപ, 200 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 75 ലക്ഷം രൂപ വരുന്ന സ്വർണം, അത്തരത്തിൽ ഉള്ള കണ്ടെത്തലുകൾ ഇ ഡി നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ സ്വത്തുവകകൾ മരവിപ്പിക്കുന്ന നടപടി, റെയ്ഡ് തുടരുന്നു. പ്രതികൾക്ക് നേരെയുള്ള അന്വേഷണം, പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമായി നീങ്ങുന്നു. ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതോടൊപ്പം സിനിമാ രംഗത്തും OTT പ്ലാറ്റ്ഫോമിലടക്കം ഇവർ പണം നിക്ഷേപിച്ചതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഏകദേശം എത്ര കോടി രൂപയുടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായിട്ടാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്? ആജ്ഞ, 1157 കോടി രൂപയുടെ തട്ടിപ്പാണ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അതിന് മാത്രമല്ല ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് മണി ചെയിൻ രൂപത്തിലുള്ള ഒരു തട്ടിപ്പല്ല എന്ന് ഹൈറിച്ച് ഉടമകൾ വാദിക്കാനുള്ള സാഹചര്യത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ മാറ്റുകയും ക്രിപ്റ്റോ കറൻസിയിലൂടെ പണം സമാഹരിക്കുകയും ചെയ്യുന്ന, തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതിലൂടെ തന്നെ കോടികൾ തട്ടിയെടുത്ത സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇ ഡി ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം CBI ഈ കേസ് ഏറ്റെടുക്കാനിരിക്കെയാണ് ഇ ഡി ഈ കേസിൽ ഇടപെടുന്നതും. മാത്രമല്ല രാജ്യമൊട്ടാകെയുള്ള മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും അതുപോലെ കേരളത്തിലുമുള്ള ഹൈറിച്ചിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ. മാത്രമല്ല ഹൈറിച്ചിന്റെ
ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഹൈറിച്ചിന്റെ വിവിധ ഓഫീസുകൾ, ശാഖകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വീടുകൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും ഈ റെയ്ഡ് നടത്തുന്നത്. കള്ളപ്പണം കണ്ടെത്തുക തന്നെയാണ് ഈ റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കള്ളപ്പണം കണ്ടെത്താൻ വേണ്ടി മറ്റിടപാടുകളടക്കം ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. പെരുമ്പാവൂർ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ 12:30 സംഭവം. ഓഫീസിനകത്തിരുന്ന ഒരു മൊബൈൽ ഫോണും 1 കിലോയിൽ കൂടുതൽ തൂക്കം വരുന്ന നാണയത്തുട്ടുകളും മോഷ്ടിച്ചു. മോഷണത്തിനിടെ പട്രോളിങ്ങിനായി എത്തിയ പോലീസ് ജീപ്പ് കണ്ട് മോഷ്ടാക്കൾ ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വീണ്ടും. നവമിയും ഈ മോഷണ പരമ്പര ഇപ്പോൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളാണ് പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ പോലീസ് ഈ മോഷ്ടാക്കളെ കണ്ടിരുന്നു. അവരെ ഈ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ മോഷ്ടാക്കൾ ഓടുന്നതൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. ഈ കള്ളന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമി, മോഷണം കഴിഞ്ഞ ശേഷം ഇവർ ഓടി രക്ഷപ്പെട്ടു. കുറെ ദൂരം വരെ പോലീസ് ഓടിയെങ്കിലും ഇവർ ഏതോ വഴി കൂടി പോയതിനാൽ പോലീസിന് കൃത്യമായി ഇവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആ പരിസരം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 12:30 കൂടിയായിരുന്നു സംഭവം നടന്നത്. ഈ മോഷ്ടാക്കൾ ഓഫീസിനകത്തു നിന്നും ഒരു മൊബൈൽ ഫോണും 1 കിലോയിൽ കൂടുതൽ തൂക്കം വരുന്ന നാണയത്തുട്ടുകളുമാണ് മോഷ്ടിച്ചത്. ഈ മോഷണം കഴിഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പെട്രോളിങ്ങിന് പോയ പോലീസ് ഇവരെ കാണുന്നത്. സംശയം തോന്നിയ പോലീസ് ഇവരോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മോഷ്ടിച്ച് വരുന്ന വഴിയായതിനാൽ ഇവരെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും പോലീസ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, പോലീസ് ഇവരെ പിന്തുടരുന്നത്. ഒരുപാട് ദൂരം പോലീസ് ഇവരുടെ പുറകിലേക്ക് ഓടിയെങ്കിലും പക്ഷേ കള്ളന്മാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരുടെയും മുഖം വ്യക്തമാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ സ്ഥിരമായി മോഷ്ടിക്കുന്ന സംഘങ്ങൾ തന്നെയാണ്, മോഷണ സംഘങ്ങൾ തന്നെയാണ് ഇതെന്ന് പോലീസ് കരുതുന്നുണ്ടോ? പോലീസിന് ഇവരെ കുറിച്ച്, ഈ ദൃശ്യങ്ങളിൽ നിന്നും ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ CCTV അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ പോയ വഴികളിലെ മറ്റ് CCTVകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ സ്ഥിരം മോഷ്ടാക്കളാണെന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുന്നുണ്ട്. സമീപ പ്രദേശത്ത് വീടുകളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഇത് ഏതെങ്കിലും തരത്തിൽ മുൻപും ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ CCTVകളും പരിശോധിച്ച് ഇവർ തന്നെയാണോ അവിടെ മോഷണം നടത്തിയത് എന്നും കൂടി പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും സ്ഥിരം മോഷണം നടത്തുന്നവരാണ് ഈ സംഘങ്ങളെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഈ CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂരിലാണ് ക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ മോഷണം ഉണ്ടായത്. ഓഫീസിനകത്തിരുന്ന ഒരു മൊബൈൽ ഫോണും 1 കിലോയിൽ അധികം തൂക്കം വരുന്ന നാണയത്തുട്ടുകളുമാണ് മോഷ്ടിച്ചത്. കോട്ടയം പൂർണ്ണമാകുന്നു. നമസ്കാരം.